എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 നവംബർ 15, 16 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. പൊതുവെ PSC പരീക്ഷകളിലെ SCERT ഫാക്ടുകളുടെ പ്രാധാന്യം കൂടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഏറ്റവും പുതിയ SCERT ടെക്സ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് പുറത്തിറക്കിയിരിക്കുകയാണ്. അറിവിടം എന്ന് പറയുന്ന പേരിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. സയൻസിനും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിനുമായിട്ടുള്ള പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. ഇതിലെ പാർട്ട് 1-ൽ 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2-ൽ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല ചാപ്റ്റർ വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ ടെക്സ്റ്റിലെ ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലേണിംഗ് റൂം ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ടാലന്റിന്റെ അറിവിടം എന്ന് പറയുന്ന പുസ്തകങ്ങൾ. സോ ഇത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഒക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ഫില്ല് ചെയ്താലും മതി. പൊതുവെ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. ഓരോ പരീക്ഷയ്ക്കും 20, 15, 10 എന്നിങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ നേടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യുന്നതിൽ എന്താണ് വളരെ നിർണായകമായ മാർക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ചോദിച്ചു ടാലന്റിന്റെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് എന്നാണ് പുറത്തിറങ്ങുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് ഞങ്ങൾ മാർക്കറ്റിൽ എത്തുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബുക്ക് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീര നിർമ്മാണം നടക്കുന്ന കടൽ തീരം ഏത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം 2025 നാവികസേനാ ദിനാഘോഷം തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് വെച്ചാവും നടക്കുക. സോ അവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൃത്രിമ തീര നിർമ്മാണം നടക്കുന്നത്. അതായത് അവിടുത്തെ എന്താണ് ആ ദിനത്തോടനുബന്ധിച്ചുള്ള സൈനിക പ്രകടനവും മറ്റും കാണാനായിട്ട് മുഖ്യാതിഥികൾക്കുള്ള ഇരിപ്പിടം ഒരുക്കുക, വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കൃത്രിമ തീര നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീര നിർമ്മാണം നടക്കുന്ന കടൽ തീരം ഏതാണ്? അത് ശംഖുമുഖമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് Booking.com തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ട്രെൻഡിങ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ, അതായത് 2026 നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട 10 സ്ഥലങ്ങളുടെ പട്ടികയാണ്. അപ്പൊ ആ ഒരു പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ടൂറിസം കേന്ദ്രം ഏതെന്നാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? Booking.com തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ട്രെൻഡിങ് ഡെസ്റ്റിനേഷനുകൾ ഇവിടെ പറഞ്ഞു. 2026 സന്ദർശിച്ചിരിക്കേണ്ട 10 ഡെസ്റ്റിനേഷനുകൾ, അതിലുൾപ്പെട്ട കേരളത്തിലെ സ്ഥലം ടൂറിസം കേന്ദ്രം ഏതെന്നാണ്. അത് കൊച്ചിയാണെന്ന് ഓർക്കുക. ഇനി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ആകെ എന്ത് ചെയ്തിട്ടുള്ളൂ? കൊച്ചി മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കാം. ഇനി അടുത്തത് ഒരു വേദിയാണ്. അതായത് ബിംറൻ 2025 വേദി എവിടെയാണ്? കൊച്ചി. എവിടെയാണ്? ബിംറൻ 2025 വേദി എവിടെയാണ്? കൊച്ചിയാണ്. ദെൻ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത്. ആക്ച്വലി ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകമാണ്. അതായത് ഇതിന്റെ പേരെന്ന് പറയുന്നത് ചന്ദ്രപതി രാമായണം. എന്താണ് ചന്ദ്രപതി രാമായണം എന്ന് പറയുന്ന പുസ്തകം? അപ്പോൾ ബംഗാളി ഭാഷയിലെ ആദ്യത്തെ കവയത്രി ആയിട്ടുള്ള ചന്ദ്രപതി എഴുതിയ രാമായണം. അതായത് ശരിക്കും പറഞ്ഞാൽ രാമായണം നമുക്കറിയാം അല്ലെ, രാമന്റെ അയനമാണ് രാമായണം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു രാമായണത്തെ സംബന്ധിച്ച്, അതായത് ചന്ദ്രപതി എഴുതിയ രാമായണത്തെ പറ്റി പറയുവാണെങ്കിൽ സീതയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ രാമായണ കഥ പറയുന്ന പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രപതി രാമായണം. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ബംഗാളി ഭാഷയിൽ എഴുതിയ ചന്ദ്രപതി രാമായണം സീതയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പറയുന്നതാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി ആദ്യമായിട്ട് തന്നെ ഈ ഒരു സീതയുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആദ്യത്തെ രാമായണം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന ചന്ദ്രപതി രാമായണം തന്നെയാണ്. അതിപ്പോ എന്ത് ചെയ്തിരിക്കുന്നു? വിവർത്തനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ചന്ദ്രപതി രാമായണത്തിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചത് ആരാണ്? അത് ഗീതാഞ്ജലി കൃഷ്ണൻ. ആരാണ്? ഗീതാഞ്ജലി കൃഷ്ണനാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ചന്ദ്രപതി എന്ന് പറയുന്ന കവയത്രി എഴുതിയ രാമായണം, ബംഗാളി ഭാഷയിൽ എഴുതിയ രാമായണം, അതിന് എന്ത് ചെയ്തിരിക്കുന്നു? മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. വിവർത്തനം ചെയ്തത് ഗീതാഞ്ജലി കൃഷ്ണനാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷെവലിയർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ സിനിമാ കലാ സംവിധായകൻ ആരാണ്? അപ്പോൾ 2025 എന്ത് ചെയ്തിരിക്കുന്നു? ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷെവലിയർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ സിനിമാ കലാ സംവിധായകൻ ആരാണ്? തോട്ടാധരണി. ആരാണ്? തോട്ടാധരണിയാണ്. അപ്പോൾ നമുക്കറിയാം അല്ലെ, ഈ ഒരു മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു അംഗീകാരം നൽകുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രമുഖരായിട്ടുള്ള സത്യജിത് റേ, അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, അതുപോലെ ശിവാജി ഗണേശൻ
ഗണേശൻ, കമലഹാസൻ എന്നിവർക്കൊക്കെ തന്നെ ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സോ അവരുടെ കൂട്ടത്തിലേക്ക് ആര് കൂടി ഉൾപ്പെടുന്നു? തോട്ടാധരണി ഉൾപ്പെടുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വീണ്ടും ഒരു അംഗീകാരം തന്നെയാണ്. അതായത് 2025 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡിന് അർഹനായത് ആരാണ്? അപ്പോൾ 2025 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡിന് അർഹനായത് ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിന് 2009 എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ ബഹുമതി കിട്ടിയിട്ടുണ്ട്. 2009 പത്മശ്രീ ബഹുമതി കിട്ടിയ വ്യക്തിയാണ്. ദെൻ അത് മാത്രമല്ല കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇനി അത് മാത്രമല്ല ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു വാദ്യ കലാകാരൻ കൂടിയാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തെ പറ്റിയാണ്. അപ്പോൾ മൈത്രി 2 എന്ന് പറയുന്ന ഒരു ഗവേഷണ കേന്ദ്രം 2032 ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കാൻ പോവുകയാണ്. അപ്പോൾ ധ്രുവ പ്രദേശങ്ങളിൽ ഇന്ത്യ സ്ഥാപിക്കാൻ പോകുന്ന 4ാമത്തെ ഗവേഷണ കേന്ദ്രമാണ് ഇതെന്ന് പറയുന്നത് മൈത്രി 2 എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വീണ്ടും പത്രങ്ങളൊക്കെ നിറയുന്നത് കൊണ്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ കേന്ദ്ര സിൽക്ക് ബോർഡിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുകയാണ്? രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരാൻ പോവുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈസൂർ. ഇവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. മൈസൂരാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊക്കൂൺ മുതൽ ഈ പറയുന്ന പട്ട് വരെയുള്ള ആ ഒരു നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് ഒരു വേദിയാണ്. അതായത് ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അപ്പോൾ നമ്മുടെ WHO ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തുടർച്ചയായിട്ട് 5ാം വർഷവും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച തമിഴ്നാട്ടിലെ ബീച്ച് ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? തുടർച്ചയായിട്ട് 5ാം വർഷവും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച തമിഴ്നാട്ടിലെ ബീച്ച് ഏത് എന്നുള്ളതാണ്. അത് കോവളം ബീച്ച് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ കോവളം കേൾക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ബീച്ച് ഇല്ലേ എന്ന് ആലോചിക്കും. അതേകൊണ്ട് തിരുവനന്തപുരത്തും ഇങ്ങനെ കോവളം എന്ന് പറയുന്ന ഒരു ബീച്ച് ഉണ്ട്. പക്ഷേ ഇത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ടിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി 2021 ഈ ബീച്ച് ആദ്യമായിട്ട് എന്ത് നേടുന്നത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടുന്നത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് അമേരിക്കയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമായിട്ടുള്ള സെന്റ് പുറത്തിറക്കുന്നത് അവസാനിപ്പിച്ചു. അപ്പോൾ സെന്റ് എന്നുള്ള പേരിനേക്കാളും നിങ്ങൾ കൂടുതലായിട്ടും പെനി എന്ന് പറയുന്ന പേരായിരിക്കും കേൾക്കാനായിട്ട് ചാൻസ്. പെനി എന്ന് പറയുന്ന പേരായിരിക്കും. സോ സെന്റ് അഥവാ പെനി എന്താണ്? അതിന്റെ പുറത്തിറക്കുന്നത് എന്ത് ചെയ്തു? അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റ് എന്ന് പറയുന്നതാണ് ഒരു ഡോളർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 100 സെന്റ് ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. സോ അമേരിക്കയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമായിട്ടുള്ള സെന്റ് അഥവാ പെനി എന്നറിയപ്പെടുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ്? പുറത്തിറക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റിന്റെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ SCRT ഫാക്ടുകളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കിയാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആമസോൺ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആമസോണിൽ ഇപ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ടാലന്റിന്റെ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ കമ്പനി ബോർഡ് LGS ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പഠന സഹായിയായിരിക്കും ഈ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkela.com വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടാവും. അതൊന്ന് ഫില്ല് ചെയ്താലും മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് മേക്കേദാറ്റു ഡാം പ്രോജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? എന്താണ് മേക്കേദാറ്റു ഡാം പ്രോജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് കാവേരി നദിയിലാണ് ഈ ഒരു ഡാം എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴും ഈ ഒരു ഡാമിനെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനെ ചൊല്ലിയിട്ട് തമിഴ്നാടും കർണാടകയും തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് ക്വസ്റ്റ്യൻ വരുവാണ് മേക്കേദാറ്റ് ഡാം പ്രോജക്റ്റിനെ കുറിച്ച് തർക്കം നടക്കുന്ന അല്ലെങ്കിൽ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയുമാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് എന്താണ്? കാവേരി നദിയിലാണ് നിലവിൽ വരുന്നതെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ചത് എവിടെയാണ്? അപ്പോൾ എന്താണ്?
ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ചത് എവിടെയാണ്? അത് മദ്രാസ് IIT. എവിടെയാണ്? മദ്രാസ് IIT-യിലാണ്. ഇതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ്. അതായത് 2025 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട കാര്യം, എന്നാണ് ലോക പ്രമേഹ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നവംബർ 14 എന്നാണ്. നവംബർ 14-നാണ് ലോക പ്രമേഹ ദിനം എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസ്. എന്താണ്? ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നുള്ളതാണ് 2025 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ദെൻ അതിനുശേഷം പറയാനുള്ളത് സമുദ്ര സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടുത്തിടെ കപ്പലുകൾ കടലിൽ താഴ്ത്തിയ രാജ്യം ഏതാണ്? അപ്പോൾ സമുദ്ര സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ കപ്പലുകൾ കടലിൽ താഴ്ത്തിയ രാജ്യം ഏത് എന്നുള്ളതാണ്. അത് UAE ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കൃത്രിമമായിട്ട് പവിഴപ്പുറ്റുകൾ എന്ത് ചെയ്യുക, അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലുകൾ കടൽ താഴ്ത്തിയത്. ഇഞ്ച് കേപ്പ് 1, ഇഞ്ച് കേപ്പ് 2, ഇഞ്ച് കേപ്പ് 10 എന്നിങ്ങനെയുള്ള 3 കപ്പലുകളാണ് എന്ത് ചെയ്തത്? കടൽ താഴ്ത്തിയത്. അപ്പോൾ കടൽ താഴ്ത്തിയ രാജ്യം UAE ആണ്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം പറയാനുള്ള നമ്മുടെ ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അടുത്തിടെ ട്രൈസെറാട്ടോപ്സ് എന്ന് പറയുന്ന ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ എന്താണ്? അടുത്തിടെ ട്രൈസെറാട്ടോപ്സ് എന്ന് പറയുന്ന ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തപ്പെട്ടത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കണ്ടെത്തപ്പെട്ടത്. അതുകൂടി ഓർക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു നാസയുടെ ദൗത്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് എസ്കാപേഡ്. എന്താണ്? എസ്കാപേഡ് എന്നാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം കൂടി നോക്കാം. എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോറേഴ്സ്. എന്താണ്? എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോറേഴ്സ് എന്നാണ് ഈ പറയുന്ന എന്താണ് എസ്കാപേഡിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അത് ആദ്യമേ തന്നെ ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇതിനൊപ്പം ഓർത്തു വെക്കേണ്ട കാര്യം ബ്ലൂ അതുപോലെ തന്നെ ഗോൾഡ് എന്നിങ്ങനെയുള്ള 2 പേടകങ്ങളാണ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പേടകമായിട്ടുള്ള ന്യൂ ഗ്ലെൻ പേടകത്തിലാണ് ഇത് അയച്ചത്. അതുകൂടി ഓർക്കുക. ഇനി 2029 വരെ ഇതിന് പ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയുടെ പുതിയ വ്യോമത്താവളമാണ്. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇനാഗുറേറ്റ് ചെയ്തതാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ന്യോമ. എന്താണ്? ന്യോമ. അപ്പോൾ ഇന്ത്യയുടെ പുതിയ വ്യോമത്താവളമാണ് ന്യോമ എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതിന് പുറമെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലഡാക്കിലെ 4ാമത്തെ വ്യോമത്താവളം കൂടിയാണ്. ഏതെന്ന് പറയുന്നത്? ന്യോമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു പേര് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. പേര് ഇതാണ്, ജെർലിൻ ജയാരാച്ചകൻ. എന്താണ്? ജെർലിൻ ജയാരാച്ചകൻ. അപ്പോൾ അറിയപ്പെടുന്ന ഒരു ഡെഫ് ഒളിമ്പിക്സ് താരമാണ്. അതായത് ഡെഫ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ താരമാണ്. അതായത് എന്താണ്? ഷട്ടിൽ താരമാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2021 ഡെഫ് ഒളിമ്പിക്സ് അഥവാ 2022 നടന്ന ഡെഫ് ഒളിമ്പിക്സ്, അതിൽ 3 ഗോൾഡ് മെഡലുകൾ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? ജെർലിൻ ജയാരാച്ചകൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2022 എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2022 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, ഒരു പ്രത്യേകത കൂടിയുണ്ട്. അർജുന അവാർഡ് ലഭിച്ച ആദ്യ ഡെഫ് ഒളിമ്പിക്സ് താരമാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ജെർലിൻ ജയാരാച്ചകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിന്റിലേക്ക് വരാം. എന്താണ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോക്കിയോ ബദിര ഒളിമ്പിക്സ് 2025 ഇന്ത്യൻ പതാക വാഹകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 2025 ടോക്കിയോയിൽ വെച്ച് നടക്കുന്ന എന്താണ്? ഡെഫ് ഒളിമ്പിക്സ്. അതിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത്, ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെർലിൻ ജയാരാച്ചകനാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നോക്കാനുള്ളത് നിങ്ങളൊക്കെ കണ്ടു കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് 2026 IPL സീസൺ മുതൽ സഞ്ജു സാംസൺ ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്? അപ്പോൾ അത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കുറെ കാലം എന്താണ് രാജസ്ഥാൻ ടീമിന് വേണ്ടി കളിച്ച താരമാണ് സഞ്ജു എന്ന് പറയുന്നത്. രാജസ്ഥാന് മാത്രമല്ല ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയും സഞ്ജു എന്ത് ചെയ്തിട്ടുണ്ട്? കളിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ട്രേഡിങ്ങിലൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2026 സീസൺ മുതൽ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാവും കളിക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി സഞ്ജുവിനെ പറ്റി പറയുമ്പോൾ IPL സെഞ്ചുറി നേടിയ ആദ്യ മലയാളി, IPL ഒരു ടീമിനെ നയിച്ച ആദ്യ മലയാളി എന്നൊക്കെ പറയുന്നത് ആര് തന്നെയാണ്? സഞ്ജു സാംസൺ തന്നെയാണ്. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി അത് മാത്രമല്ല, കേരള പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സഞ്ജു സാംസൺ ആണ്. ഇനി അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും വിലയേറിയ താരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പേര് തന്നെയാണ്. പേര് സാലുമരത തിമ്മക്ക. എന്താണ് സാലുമരത തിമ്മക്ക? അപ്പോൾ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള സാലുമരത തിമ്മക്ക എന്ത് ചെയ്തു? 2025 അന്തരിച്ചു. കർണാടക സ്വദേശിനിയാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് പറഞ്ഞു. ഇനി അത് മാത്രമല്ല, 2016 BBC-യുടെ ലോകത്തെ സ്വാധീനിച്ച വനിതകളുടെ പട്ടികയുണ്ട്. അതിലുൾപ്പെട്ട വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സാലുമരത തിമ്മക്ക എന്ന് പറയുന്നത്. ആൽമരങ്ങളുടെ സംരക്ഷണത്തിൽ എന്ത് ചെയ്തു? സംരക്ഷണത്തിലൂടെ പ്രസിദ്ധി നേടിയ വ്യക്തി കൂടിയാണ് തിമ്മക്ക എന്ന് പറയുന്നത്. അപ്പോൾ മരങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പദമാണ് ഈ പറയുന്ന സാലുമരത എന്ന് പറയുന്നത്. ഇതൊരു കന്നഡ വേർഡാണ് സാലുമരത എന്ന് പറയുന്നത്. മരങ്ങളുടെ നിര എന്നാണ് അതിന്റെ അർത്ഥം. സോ അതാണ് അതായത് മരങ്ങൾ സംരക്ഷിച്ചതിലൂടെയാണ് അവർക്ക് ഈ ഒരു സാലുമരത എന്ന് പറയുന്ന പേര് അവരുടെ പേരിന്റെ കൂടെ എന്ത് ചെയ്ത് ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ടാലന്റിന്റെ ഏറ്റവും പുതിയ LDC ബുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ SCRT ഫാക്ടുകളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കി തയ്യാറാക്കിയ ബുക്കാണിത്. നമുക്കറിയാം ഒരുപാട് 10th ലെവൽ എക്സാംസുകൾ ഇനി വരുന്നുണ്ട്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയാലും അല്ലെങ്കിൽ ബെബ്കോ LD ആയാലും അല്ലെങ്കിൽ 2027 LDC ആയാലും ഒക്കെ ഒരുപാട് എക്സാമുകൾ. സോ ഒരു ലോങ് ടൈം നമ്മുടെ കയ്യിലുണ്ട്. ആ സമയം കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കായിരിക്കും ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വിനോദത്തുള്ള ബുക്ക് സ്റ്റാളുകളിലോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com വഴിയോ നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീരനിർമ്മാണം നടക്കുന്ന കടൽ തീരം ഏതാണെന്ന് പറഞ്ഞു. അത് ശംഖുമുഖമാണ്. അതിനുശേഷം പറഞ്ഞു booking.com തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ട്രെൻഡിങ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ടൂറിസം കേന്ദ്രം ഏതാണെന്ന് പറഞ്ഞു. അത് കൊച്ചിയാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ബിംറൻ 2025ന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? കൊച്ചിയാണ്. അതുപോലെ തന്നെ ചന്ദ്രപതി രാമായണത്തിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ഗീതാഞ്ജലി കൃഷ്ണൻ. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? 2 ബഹുമതികൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷവലിയാർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ സിനിമാ കലാ സംവിധായകൻ ആരാണെന്ന് പറഞ്ഞു. ആരാണ്? തോട്ടാധരണിയാണ്. അതുപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് 2025 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് എന്ത് ചെയ്തു? ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് അന്റാർട്ടിക്കയിൽ സ്ഥാപിതമാകുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? മൈത്രി 2 ആണ്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂറാണ്. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് പറഞ്ഞു. അത് ന്യൂഡൽഹി. അതിനുശേഷം പറഞ്ഞത് തുടർച്ചയായിട്ട് 5ാം വർഷവും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച തമിഴ്നാട്ടിലെ ബീച്ച് ഏതാണെന്ന് പറഞ്ഞു. കോവളം ബീച്ചാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് അമേരിക്കയിലുള്ള എന്താണ് ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമായിട്ടുള്ള സെന്റ് പുറത്തിറക്കുന്നത് അവസാനിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുക, 100 സെന്റ് എന്ന് പറയുന്നത് $1 അതിനുശേഷം പറഞ്ഞത് മേക്കേദാട്ടു ഡാം പ്രോജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കർണാടകയിലാണ്, കാവേരി നദിയിലാണ്. സോ ഈ ഒരു പ്രോജക്റ്റിനെ ചൊല്ലി തമിഴ്നാടും കർണാടകയും തമ്മിൽ എന്ത് ചെയ്യുന്നു? തർക്കം നിലനിൽക്കുകയാണ്. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല എവിടെയാണ്? മദ്രാസ് IIT സ്ഥാപിതമായി. അതിനുശേഷം പറഞ്ഞത് 2025 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു. എന്താണ് പ്രമേയം എന്ന് പറയുന്നത്? ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസ്. അതിനുശേഷം പറഞ്ഞത് സമുദ്ര സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ കപ്പലുകൾ കടലിൽ താഴ്ത്തിയ രാജ്യം പറഞ്ഞു UAE ആണ്. അതുപോലെ തന്നെ അടുത്തിടെ ട്രൈസെറാട്ടോപ്സ് എന്ന് പറയുന്ന ദിനോസറിന്റെ ഫോസിൽ എവിടെ കണ്ടെത്തപ്പെട്ടു? ഉത്തർപ്രദേശിൽ കണ്ടെത്തപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ് എസ്കാപേഡ് എന്ന് പറയുന്ന ഒരു ദൗത്യത്തെ പറ്റി പറഞ്ഞു. അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എന്നാണ് പൂർണ്ണരൂപം. അപ്പോൾ ചൊവ്വയെ കുറിച്ച് പഠിക്കാനുള്ള, ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് എന്താണ്? ന്യോമ എന്ന് പറയുന്ന പുതിയ വ്യോമത്താവളം ഉദ്ഘാടനം ചെയ്ത കാര്യം പറഞ്ഞു. ലഡാക്കിലെ 4ാമത്തെ വ്യോമത്താവളമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2025 ടോക്കിയോയിൽ വെച്ച് നടക്കുന്ന ബദിര ഒളിമ്പിക്സിന്റെ എന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു. ജെർലിൻ ജയാരാജകനാണ്. അതിനുശേഷം പറഞ്ഞത് 2026 IPL സീസൺ മുതൽ സഞ്ജു സാംസൺ ഏത് ടീമിന് വേണ്ടി കളിക്കും? ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞു 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ആരാണെന്ന് പറഞ്ഞു. അത് സാലുമരത തിമ്മക്കയാണ്. അപ്പോൾ അതുകൂടി ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ തകർന്നു വീണ ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, മ്യാൻമർ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണ്? അപ്പോൾ സുഡാൻ, ബോട്സ്വാന, നമീബിയ, ദക്ഷിണാഫ്രിക്ക. ശരി ഉത്തരം കമന്റ് ചെയ്യുക.
ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 2025 നവംബറിൽ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ വൈശാഖനാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന വൈശാഖൻ എന്ന് പറയുന്നത് ഇപ്പോൾ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ചോദ്യം, ആദ്യമായിട്ട് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെത്തുന്ന പാരാ അത്ലറ്റ് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ശീതൽ ദേവിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പോൾ 2025 നവംബർ 15, 16 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം.